നമുക്കിന്ന് യൂട്യൂബിലൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു മിൽക്ക് ടോസ്റ്റ് ബ്രെഡ് ട്രൈ ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് 2 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ബൗളിലേക്ക് ഒരു 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള പഞ്ചസാര ചേർക്കാം. പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാൻ ഇവിടെ ഒരു 4 ടീസ്പൂൺ പഞ്ചസാരയാണ് അതിനകത്തേക്ക് ആഡ് ചെയ്തേക്കുന്നത്. ഇത് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം. പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഇനി അതിലേക്ക് കുറച്ച് വാനില എസൻസ് ചേർക്കുന്നുണ്ട്. ഈ ഒരു റെസിപ്പി ഞാൻ എൻ്റേതായ രീതിയിൽ ചെറിയ മോഡിഫിക്കേഷനൊക്കെ വരുത്തിയിട്ടാണ് നിങ്ങളെ കാണിക്കുന്നത്. വാനില എസൻസും ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഞാനിവിടെ ഒരു പഴമാണ് ഇതിൻ്റെ ഫില്ലിംഗ് ആയിട്ട് കൊടുക്കുന്നത്. പുഴുങ്ങിയ പഴമാണ് ഏത്തപ്പഴം. അത് പഴം നന്നായിട്ട് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയണ വരെ നന്നായിട്ട് പുഴുങ്ങിയിട്ടുണ്ട്. ഇനി അത് ചെറിയൊരു പീസ് എടുത്ത് നമുക്ക് ബ്രെഡിൽ സ്മാഷ് ചെയ്ത് വെച്ച് കൊടുക്കാം. പുഴുങ്ങിയ പഴം ആയതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ബ്രെഡിൽ സ്പ്രെഡ് ചെയ്യാനായിട്ട് നല്ല എളുപ്പമാണ്. നിങ്ങൾക്ക് പുഴുങ്ങിയ പഴത്തിന് പകരം സാധാ ചെറുപഴം അങ്ങനെ എന്തെങ്കിലും പഴം യൂസ് ചെയ്യാം. അപ്പോൾ ഒരു ബ്രെഡിൻ്റെ സ്ലൈസ് മൊത്തം ഇതേപോലെ പഴം കൊണ്ട് നല്ലോണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് സിന്നമൺ പൗഡറാണ്. കറുകപ്പട്ട പൊടിച്ചതാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ഈ ബനാനയൊക്കെ ചേർക്കുന്ന റെസിപ്പിയിൽ സിന്നമൺ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും ആ റെസിപ്പിക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാനിതിനകത്ത് കൈ കൊണ്ട് കുറച്ച് സിന്നമൺ പൗഡർ എടുത്ത് ജസ്റ്റ് ഇതിൻ്റെ മേലെ തൂവുകയാണ്. ആപ്പിളും പഴവും ഒക്കെ വെച്ചുണ്ടാക്കുന്ന റെസിപ്പിയിൽ സിന്നമൺ ചേർക്കുന്നത് നല്ലൊരു ഫ്ലേവർ കിട്ടും നമുക്ക്. ഞാൻ അതിലേക്ക് കുറച്ചും സ്പ്രിങ്കിൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് മറ്റേ സ്ലൈസ് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്യാം. എന്നിട്ട് നമുക്കൊന്ന് പാനിൽ ഫ്രൈ ചെയ്തെടുക്കണം 2 സൈഡും. ഞാനൊരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 പീസ് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ ശരിക്കും ഒന്ന് മെൽറ്റായി വരണം. ബട്ടറിന് പകരം നെയ്യോ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്കിനി ആ ബ്രെഡ് ആ ബട്ടറിൻ്റെ മേലേക്ക് വെച്ച് കൊടുക്കാം. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. 2 സൈഡും നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ഞാനൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ സൈഡ് നല്ലോണം ബ്രൗൺ കളർ ആയിട്ടുണ്ട്. കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. പാൽ ഒഴിച്ചിട്ട് ശരിക്കും പാനൊന്ന് ചുറ്റിച്ച് കൊടുക്കുക. എല്ലാ സ്ഥലത്തേക്കും ആ പാലിൻ്റെ ഇത് ചെല്ലാൻ വേണ്ടിയിട്ടാണ്. കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ബ്രെഡ് ആ പാലങ്ങ് വേഗം അബ്സോർബ് ചെയ്തോളും. അങ്ങനെ ഒരു സൈഡിൽ നല്ലവണ്ണം ഒഴിച്ചതിന് ശേഷം നമുക്ക് മറിച്ചിട്ടിട്ട് അപ്പുറത്തെ സൈഡിലും ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ സൈഡ് നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്ക് അതിനകത്തേക്കും ഇതുപോലെ പാലിൻ്റെ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നല്ലവണ്ണം ആ ബ്രെഡ് പാലിൽ സോക്ക് ചെയ്തിരിക്കണം. നല്ല സോഫ്റ്റായി വരണം ബ്രെഡ്. അപ്പം ഇങ്ങനെ പാലൊഴിച്ചുകൊണ്ടേ ഇരിക്കുക.
പാൽ ഫുള്ളായിട്ട് ഞാൻ ഒഴിച്ചോട്ട് ഒന്നുകൂടെ ഒന്ന് മറിച്ചിട്ടിട്ടുണ്ട്. ബാക്കിയുള്ള പാലും കൂടി അതിൻ്റെ മേലായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഒന്നുകൂടെ ഒന്ന് മറിച്ചിടണം. ഭയങ്കര സോഫ്റ്റ് ആയതുകൊണ്ട് നല്ല ശ്രദ്ധിച്ച് വേണം മറിച്ചിടാനായിട്ട്. നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്ക് കുറച്ച് ബനാനയൊക്കെ വെച്ച് എന്തെങ്കിലും ഡിസൈൻ ചെയ്തൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇപ്പോൾ 2-3 പീസ് ആ ബനാനയുടെ പീസ് ഇതുണ്ടായിരുന്നു, അത് വെച്ചിട്ടൊന്ന് ഗാർണിഷ് ചെയ്യുവാണ്. ഇനി ഇതിലേക്ക് തേനോ ഡേറ്റ് സിറപ്പോ ഒക്കെ ആഡ് ചെയ്യാം. ഞാനിവിടെ ആഡ് ചെയ്യുന്നത് മേപ്പിൾ സിറപ്പാണ്. ജസ്റ്റ് അതിൻ്റെ മേലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് കുറച്ചും കൂടി ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഹണി ആയാലും ഇതുപോലെ തന്നെ ചെയ്താൽ മതി. ഞാൻ ഈ ചെറിയൊരു പീസ് എടുത്ത് കട്ട് ചെയ്യുന്നുണ്ട്. ഭയങ്കര ജ്യൂസി ആയിട്ടാണ് ഇരിക്കുന്നത്, നല്ല സോഫ്റ്റുമാണ്. ഞാൻ ഒന്ന് കഴിച്ചു നോക്കട്ടെ. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഇത് കഴിക്കാൻ. നല്ല ടേസ്റ്റാണ്, നല്ല ജ്യൂസിയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അറിയിക്കണേ.